ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ. ആ 7 കാര്യങ്ങൾ അവൻ ശ്രദ്ധിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം വരില്ല. അതുപോലെ തന്നെ ഉപജീവനമാർഗം അവന് എളുപ്പമാവുകയും ചെയ്യും. ആ 7 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് ഇന്ന് അല്പം ചർച്ച ചെയ്യുന്നത്. അത് ഇബാദത്ത്, ആരാധനകളിൽ അള്ളാഹുവിന് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. സൃഷ്ടാവായ റബ്ബ് നമ്മെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവനൊരു ലക്ഷ്യമുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ആരാധന നിർവഹിക്കാനല്ലാതെ, എനിക്ക് ആരാധന ചെയ്യാനല്ലാതെ എന്ന് അള്ളാഹു പറയുമ്പോൾ, ആ സർവശക്തനായ അള്ളാഹു നമ്മോട് പറയാണ്, യബ്ന ആദം, ഓ ആദം സന്തതിയെ, തഫറഇ ലിഇബാദതി, എന്നെ ആരാധിക്കാൻ വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക. എന്നെ ആരാധിക്കാൻ വേണ്ടി നീ ഒഴിഞ്ഞ് സമയം കണ്ടെത്തുക. ആ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന അഫ്ളലുൽ അഅ്മാലിൽ ബദനിയ്യത്തി അസ്വല, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് നിസ്കാരം. അതതിൻ്റെ യഥാർത്ഥ ഹക്കോടുകൂടെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഫർള് നിസ്കാരത്തിൻ്റെ കാര്യം, സുന്നത്ത് നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചപ്പോൾ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിസ്കാരം അതതിൻ്റെ ആദ്യ വഖത്തിൽ നിർവഹിക്കലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര മറ്റുള്ള ഇബാദത്തുകൾ ഉണ്ടായിട്ടും നിസ്കാരമില്ലെങ്കിൽ അതെല്ലാം ബാത്തിലാണ്. മരണസമയം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന അവസ്ഥയും നിസ്കാരത്തിൽ ശ്രദ്ധിക്കാത്തവനാണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു സൃഷ്ടി, ഒരു അടിമ സൃഷ്ടാവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദ് ചെയ്യുമ്പോഴാണ്. അഖ്റബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം മനുഷ്യ ശരീരത്തിലെ അഷ്റഫുൽ അഅ്ളാ ആവുന്ന മുഖം, നെറ്റിത്തടം ഭൂമിയിൽ വെക്കുമ്പോഴാണ്. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, യബ്ന ആദം തഫറഗ ലിഇബാദതി, ആദം സന്തതിയെ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നീ സമയം കണ്ടെത്തണം. അങ്ങനെ സമയം കണ്ടെത്തിയാൽ നീ നല്ല ആരാധന എനിക്ക് വേണ്ടി നടത്തിയാൽ നിന്റെ ഹൃദയത്തിൽ സമ്പന്നത നിറക്കുമെന്ന് അള്ളാഹു നമ്മോട് ഓഫർ ചെയ്യുകയാണ്. നിന്റെ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുമെന്നും അള്ളാഹു തആല പറയുകയാണ്. നീ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്താതെ ഈ ഭൗതികതയുടെ ദുനിയാവിൻ്റെ ഓട്ടത്തിൽ മാത്രം നീ ചെലവഴിച്ചാൽ നിനക്ക് ഒരുപാട് വർക്ക് ഞാൻ തരും, നിനക്ക് ഒരുപാട് പണി ഞാൻ തരും. വലാ അശദ്ദു ഫഖറക, നിന്റെ ദാരിദ്ര്യത്തിനൊരു പരിഹാരവും ഉണ്ടാവുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ 5 വഖത്ത് നിസ്കാരം എല്ലാവരും ശ്രദ്ധിക്കുന്നവരാണ്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, 5 വഖത്ത് നിസ്കാരം അതതിൻ്റെ ഹക്ക് പോലെ നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 5 വഖത്ത് നിസ്കാരം ജമാഅത്തോടുകൂടെ നിർവഹിക്കാൻ നാം ശ്രമിക്കണം. അങ്ങനെ ജമാഅത്തോടുകൂടെ നിർവഹിച്ചാൽ 5 ഗുണങ്ങൾ അവന് നൽകുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതിലൊന്ന്, ലാ യുസീബുഹു ഫഖറുൻ ഫിദ്ദുനിയാ, അവന് ദുനിയാവിൽ ഒരിക്കലും അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുകയില്ല. 2, യർഫഉ അൻഹു അദാബൽ ഖബർ,
ഖബറിൻ്റെ ശിക്ഷയെ അവൻ ഉയർത്തിക്കളയുന്നതാണ്. 3 യുക്ത കിതാബഹു ബിയമീനിഹി, അവൻ്റെ കിതാബ് വലം കയ്യിൽ അല്ലാഹു തആല നൽകപ്പെടുന്നതാണ്. 4 യമുറു അലസ്സിറാത്തി കൽ ബർക്കിൽ ഖാതിഫി, ഇടിമിന്നൽ വേഗതയിലൂടെ സിറാത്തുൽ മുസ്തഖീം വിട്ടുകിടക്കുന്നതാണ്. 5 യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ചോദ്യമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണെന്ന് 5 വഖ്ത് നിസ്കാരം ജമാഅത്തോടുകൂടെ നിർവഹിക്കുന്നവർക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.